അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 121 സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ആരാണെന്ന് കൃത്യമായി നമുക്ക് അറിയില്ല. ഇതിലെ പ്രധാന വാക്ക് ദൈവം സംരക്ഷിക്കും എന്നതാണ്. തീർത്ഥാടന സങ്കീർത്തനം എന്ന പേരിലാണ് ഈ സങ്കീർത്തനം അറിയപ്പെടുന്നത്. വർഷത്തിൽ ഒരു പ്രാവശ്യം കഴിവുള്ളവർ യെരുശലേം ദേവാലയം സന്ദർശിക്കുമായിരുന്നു. യെരുശലേം ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത് ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസിനായ ഒർന്നാൻ്റെ കളത്തിങ്കൽ ആയിരുന്നുവെന്ന് 2 ദിനവൃത്താന്ത പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങോട്ടുള്ള യാത്ര പ്രയാസമേറിയതാണ്. ചൂടും ദാഹവും വിശപ്പും രോഗങ്ങളും അപകടങ്ങളും യാത്രാമധ്യേ നേരിടുവാൻ സാധ്യതയുണ്ട്. തന്നെയുമല്ല, കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ആക്രമണങ്ങൾ ഇവരുടെ സഞ്ചാര പാതയിൽ പതിയിരിക്കുന്നുണ്ട്. അതിനാൽ വലിയ കൂട്ടമായിട്ടായിരുന്നു അവരുടെ യാത്ര. ഇവർ ഉറങ്ങുവാൻ യാത്ര നിർത്തിവെക്കുമ്പോൾ ഇവരെ സംരക്ഷണ ചെയ്യുവാൻ ചുറ്റും കാവൽക്കാരെ നിർത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നിന്നുമാണ് 121 സങ്കീർത്തനം രചിക്കപ്പെട്ടതെന്ന് അനുമാനിക്കുന്നു. 121 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഇന്ന് അനേകരും ഒരു സഹായിയെ അന്വേഷിച്ച് അനേകം സ്ഥലങ്ങളിൽ പോകാറുണ്ട്. ചിലർ ഒരു സഹായിയെ അന്വേഷിച്ച് ചെന്നെത്തുന്നത് അവരെ ഉപദ്രവിക്കുന്നവരുടെ അടുത്താണ്. ചിലർ ചെന്നെത്തുന്നത് അവരെ ചതിക്കുന്നവരുടെയും വഞ്ചിക്കുന്നവരുടെയും അടുക്കലാണ്. ചില സഹായികൾ നമ്മുടെ ജീവിതം തന്നെ തകർത്ത് കളയുന്നവരാകുവാനും സാധ്യതയുണ്ട്. എന്നാൽ നാം ദൈവഭയം ഉള്ള വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള വഞ്ചനയിൽ കുടുങ്ങുവാൻ സാധ്യതയില്ല. കാരണം ദൈവഭയമുള്ളവർക്ക് ദൈവം നല്ല ആലോചന പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണ് ദാവീദ് 119 സങ്കീർത്തനം 100-ാം വാക്യത്തിൽ നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ആശ്രയം എവിടെയാണ്? കൂട്ടുകാരിലാണോ നാം ലജ്ജിക്കേണ്ടി വരും? മത നേതാക്കളിലോ രാഷ്ട്രീയ നേതാക്കളിലോ ആണോ നാം ആശ്രയം വെച്ചിരിക്കുന്നത്? നമ്മെ സഹായിക്കുവാൻ അവർക്ക് കഴിയാതെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഓരോരുത്തർക്കും അവരവരുടെ കാര്യത്തിന് തന്നെ സമയമോ കഴിവോ ഇല്ലാതിരിക്കെ നമ്മെ സഹായിക്കുവാൻ അവർക്ക് എങ്ങനെ കഴിയും? തന്നെയുമല്ല, നാം എവിടെ പോയാലും അവർക്കാർക്കും നമ്മെ പിന്തുടർന്ന് സഹായിക്കുവാൻ കഴിയുകയില്ല. അഥവാ സഹായിച്ചാൽ തന്നെ അവരുടെ സഹായം നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയാവുകയില്ല. എന്നാൽ തൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ യഹോവയിൽ നിന്ന് വരുന്നു എന്ന അറിവ് സങ്കീർത്തനക്കാരന് ഉണ്ട്. ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും സൃഷ്ടിച്ച ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അവനാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. നമ്മെ വിടുവിക്കുവാനും സഹായിക്കുവാനും നമ്മുടെ സൃഷ്ടാവിന് മാത്രമേ കഴിയുകയുള്ളൂ. അവൻ വിശുദ്ധനും മാന്യനുമാകുന്നു. അനേകം മാന്യന്മാർ ഭൂമിയിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ശരിയായി നാം അവരെ പഠിച്ചാൽ അവരിൽ പലരും വിശുദ്ധന്മാർ അല്ലെന്ന് തിരിച്ചറിയുവാൻ കഴിയും. എന്നാൽ യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 26-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ പരിശുദ്ധൻ, അവൻ പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ എന്നാണ്. അവൻ നമ്മെ വിളിച്ചിട്ടുള്ളത് അവൻ്റെ വിശുദ്ധി നാം പ്രാപിക്കുവാനാണ്. അവനെ നാം ആശ്രയിച്ചാൽ, നാം അവൻ്റെ വാക്ക് അനുസരിച്ചാൽ, അവൻ്റെ കൽപ്പനകൾ നാം അനുസരിച്ചാൽ നിശ്ചയമായും അവൻ നമ്മെ സഹായിക്കുകയും രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യും. വിശ്വസിക്കുവാൻ കൊള്ളാകുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവന് നമ്മെ സഹായിക്കുവാൻ കഴിവുണ്ട്. പാപത്തിൽ നിന്നും, സകല അശുദ്ധിയിൽ നിന്നും, സാത്താനിൽ നിന്നും, സകല ദുഷ്പ്രവൃത്തിക്കാരിൽ നിന്നും, രാത്രിയുടെ ഭയപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്നും, പകലിൻ്റെ ചൂടേറിയ അവസ്ഥയിൽ നിന്നും രക്ഷിക്കുവാൻ നമ്മുടെ സൃഷ്ടാവിന് കഴിയും. അവന് മാത്രമേ നമ്മെ സഹായിക്കുവാൻ കഴിയൂ. 121 സങ്കീർത്തനം 3-4 വാക്യങ്ങളിൽ, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാനും നമ്മെ ലക്ഷ്യത്തിൽ എത്തിക്കുവാനും യേശുവിന് കഴിയും. എന്നാൽ നാം അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ വഴികളിൽ തന്നെ നടക്കണം എന്ന് മാത്രം. അവൻ്റെ വഴി തിരക്ക് കുറഞ്ഞതാണ്, അധികമാരും തിരഞ്ഞെടുക്കാത്തതാണ് ആ വഴി. അവൻ്റെ വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളതാണ്. എന്നാൽ തുടക്കത്തിൽ മാത്രമേ ഇടുക്കവും ഞെരുക്കവും ഉണ്ടാകൂ എന്ന്
ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തവനെ അറിയാം. എന്നാൽ ഈ വഴിയിൽ ദൈവത്തിൻ്റെ സംരക്ഷണം ഉറപ്പാണ് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ഈ വഴിയിലേക്ക് സാത്താനോ ശത്രുക്കൾക്ക് കയറി വന്ന് നമ്മെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. കാരണം ഈ വഴി സൂക്ഷിക്കുന്നത് സ്വാർത്ഥതയുള്ളവരോ ശമ്പളക്കാരോ അല്ല, നമ്മെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവാണ്. 121 സങ്കീർത്തനം 3 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: നിന്റെ കാൽ വഴുതുവാൻ അവൻ ഇടവരുത്തുകയില്ല, നിന്നെ കാക്കുന്ന നിന്റെ വീണ്ടെടുപ്പുകാരൻ മയങ്ങുന്നവനല്ല, ഉറങ്ങുന്നവനല്ല എന്നാണ്. മറ്റേത് കാവൽക്കാരനാണെങ്കിലും കൈക്കൂലി മേടിച്ച് നമ്മെ കൊള്ളയാക്കി മാറ്റാറുണ്ട്. നമ്മെ വാണിഭമാക്കുവാൻ ഒരു മടിയുമില്ലാതെ തെറ്റായ ഉപദേശങ്ങൾ തന്ന് വഞ്ചിക്കുന്ന കാവൽക്കാരും ഉണ്ട്. ഓർക്കുക, മുഴുലോകത്തേക്കാൾ വിലയുള്ള നമ്മുടെ ആത്മാവ് നിത്യനാശത്തിൽ വീഴാതിരിക്കുവാൻ ഏത് ഉപദേശം കേട്ടാലും അത് ബൈബിളിൽ യേശു പഠിപ്പിച്ചിട്ടുള്ള ഉപദേശമാണോ എന്ന് നാം പരിശോധിക്കണം. തെറ്റായ ഉപദേശം നമുക്ക് താൽക്കാലിക സന്തോഷവും പാപം ചെയ്യുവാനുള്ള അവസരങ്ങളും ഒരുക്കിത്തരും എന്നതിന് സംശയമില്ല. എന്നാൽ അതിനൊന്നിനും യാതൊരു ഭാവിയും ഇല്ല എന്ന കാര്യം നാം മറന്നു പോകരുത്. അതെല്ലാം നമ്മെ ദൈവത്തിൻ്റെ സംരക്ഷണം ഇല്ലാത്ത വീതി കൂടിയ വഴിയിലേക്കും വിശാലമായ പാതയിലേക്കും എത്തിക്കുകയും ഒടുക്കം ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ നാം അവസാനിക്കേണ്ടി വരികയും ചെയ്യും. എന്നാൽ കർത്താവ് കാവൽ കാക്കുന്ന പാതയിൽ അവൻ്റെ സംരക്ഷണം ഉറപ്പാണ്. അതിനായി നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം അഥവാ ബൈബിൾ വായിക്കുകയും അതിൽ എഴുതിയിരിക്കുന്നത് പോലെ അനുസരിച്ച് ജീവിക്കുകയും 73 സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കുറ്റമില്ലായ്മയിൽ കൈ കഴുകുകയും ചെയ്യുക എന്നതാണ്. കുറ്റമില്ലായ്മയിൽ കൈ കഴുകുന്നവരുടെ കാല് യേശു കർത്താവ് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിക്കുകയും അവരെ കാൽ വഴുതാതെ കാക്കുകയും ചെയ്യുന്നു. കുറ്റമില്ലായ്മയിൽ കൈ കഴുകുന്നവരുടെ കാൽ വഴുതാതെ നോക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ നാം കുറ്റമില്ലായ്മയിൽ കൈ കഴുകാതെ ബൈബിൾ അനുവദിക്കാത്ത ദൈവം വെറുക്കുന്ന വഴി അഥവാ ജീവിത രീതി തിരഞ്ഞെടുത്താൽ, ദൈവം വെറുക്കുന്ന തീരുമാനങ്ങൾ എടുത്താൽ, ദൈവം വെറുക്കുന്ന പ്രവൃത്തികൾ ചെയ്താൽ, ദൈവം വെറുക്കുന്ന ജോലി നാം തിരഞ്ഞെടുത്താൽ ദൈവവചനം അനുസരിക്കുവാൻ നമുക്ക് കഴിയാതെ വരും എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് 119 സങ്കീർത്തനം 101 വാക്യത്തിൽ ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നുവെന്ന്. അപ്രകാരം നാം വചനം പ്രമാണിക്കണമെങ്കിൽ 119 സങ്കീർത്തനം 54 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ അഥവാ നിയമങ്ങൾ നമ്മുടെ കീർത്തനം ആക്കുകയും 1 സങ്കീർത്തനം 2 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുകയും ചെയ്യണം. രാപ്പകൽ ധ്യാനിക്കുക എന്നതിൻ്റെ അർത്ഥം ന്യായപ്രമാണം നമ്മുടെ ജീവിത സ്റ്റൈൽ ആക്കി തീർക്കുക എന്നാണ്. ധ്യാനിക്കുക എന്നതിന് ഇംഗ്ലീഷ് ബൈബിളിൽ മെഡിറ്റേറ്റ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് സീക്കിംഗ് ഗൈഡൻസ് ഫോർ ലൈഫ് എന്നാണ് അർത്ഥം. നാം നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി ബൈബിളിലെ ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്ന് സാരം. എങ്ങനെ ജീവിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുവോ അങ്ങനെ നാം ജീവിച്ചാൽ നാം ഇടർച്ചക്കല്ലിൽ മേൽ തട്ടി വീഴുകയോ നമ്മുടെ കാൽ വഴുതി പാപത്തിൽ തകരുകയോ ചെയ്യാതെ നേരായ പാതയിൽ ദൈവം നമ്മെ നടത്തും. നാം വചനം അനുസരിച്ചില്ലെങ്കിൽ ഇടർച്ചക്കല്ലിൽ മേൽ തട്ടി യഹൂദന്മാരെ പോലെ നാമും വീഴുവാൻ സാധ്യതയുണ്ട്. 121 സങ്കീർത്തനം 5-6 വാക്യങ്ങളിൽ യഹോവ നിൻ്റെ പരിപാലകൻ ആണെന്നും അവൻ തണലാണെന്നും പകൽ സൂര്യനും രാത്രി ചന്ദ്രനും നിന്നെ ബാധിക്കുകയില്ല എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ നമ്മുടെ രക്ഷകനാണ്. പരിപാലകൻ എന്നാൽ നമുക്ക് ആവശ്യമായ എല്ലാ നന്മകളും തന്ന് നമ്മെ പോറ്റി പുലർത്തുന്നവനും നാശത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നവനും എന്ന് അർത്ഥം. യേശുവിൽ നിന്നും നമുക്ക് ഭൗതിക നന്മകൾ ലഭിക്കുമെന്നത് തീർച്ചയാണ്. എന്നാൽ നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷ അതിനേക്കാൾ വലിയതാണെന്ന് നാം മനസ്സിലാക്കണം. മരണത്തിന് ശേഷം നിത്യനരകത്തിൽ പോകുമായിരുന്ന മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനും പാപത്തിൽ നിന്നും അതിൻ്റെ ശമ്പളമായ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ നിന്നും രക്ഷിക്കുവാനും വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചതും കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടിയാഗമായി തീർന്നതും. സാത്താനിൽ നിന്നും അവൻ്റെ വഞ്ചന മൂലം നാം ചെന്നു ചേരുന്ന പാപത്തിൽ നിന്നും അതിൻ്റെ ഫലമായുള്ള നരകത്തിൽ നിന്നും അവൻ നമ്മെ രക്ഷിക്കുന്നു. ഭക്ഷണവും രോഗസൗഖ്യവും വിശ്രമവും തന്ന് നമ്മെ സഹായിക്കുന്നു.
ഇതിനേക്കാളെല്ലാം ഉപരിയായി ശാശ്വത സമാധാനവും നിത്യജീവനും യേശു നമുക്ക് തരുന്നു. അമ്മ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ യേശു നമ്മെ ആശ്വസിപ്പിക്കുന്നു. നമ്മിൽ പാപം ഉണ്ടാകുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തണമെന്ന് മാത്രം. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പകൽ സമയം നാം വളരെ ശ്രദ്ധാലുക്കളാണ്. ഈ സമയത്ത് വരുന്ന പ്രതികൂലങ്ങളിൽ നിന്നും ദൈവം നമ്മെ രക്ഷിക്കും. അതുപോലെ തന്നെ രാത്രിയിൽ നാം ഉറങ്ങുന്ന സമയമാണ്, അതായത് നമ്മുടെ നിസ്സഹായ അവസ്ഥയുടെ സമയം. ഉറങ്ങുന്ന സമയത്ത് ശത്രുവിനെ കാണുവാനോ എതിർക്കുവാനോ കഴിയുകയില്ലല്ലോ. ആ സമയത്തും നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മെ സംരക്ഷണം ചെയ്യുന്നവനാണ്. വലിയ സെക്യൂരിറ്റി സംരക്ഷണം ഉള്ള വ്യക്തിയാണ് പ്രൈം മിനിസ്റ്റർ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട പട്ടാളക്കാർ തന്നെ അവർക്കെതിരെ നിറയൊഴിച്ച് അവരെ കരുണ കൂടാതെ ഈ ഭൂമിയിൽ നിന്നും മാറ്റിക്കളഞ്ഞു. മനുഷ്യൻ തരുന്ന സഹായവും സംരക്ഷണവും ഇത്രയ്ക്കേ ഉള്ളൂ. എന്നാൽ സ്കോട്ട്ലൻഡിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ജീവിച്ചിരുന്നു. ജോൺ നോക്സ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. സുവിശേഷകന്മാരെ കരുണ കൂടാതെ കൊന്നു മുടിച്ചിരുന്ന മേരി രാജ്ഞിയായിരുന്നു അന്ന് സ്കോട്ട്ലൻഡിൽ ഭരണം നടത്തിയിരുന്നത്. അവൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: 1000 ശത്രു പട്ടാളക്കാരേക്കാൾ ഞാൻ ജോൺ നോക്സിൻ്റെ പ്രാർത്ഥനയെ ഭയപ്പെടുന്നു. എന്നെല്ലാം മേരി രാജ്ഞി ജോൺ നോക്സിനെ പിടിക്കുവാൻ പട്ടാളക്കാരെ അയച്ചിട്ടുണ്ടോ അന്നെല്ലാം അവൻ്റെ ചുറ്റും ശക്തന്മാരായ ദൂതന്മാരെ കണ്ട് പട്ടാളക്കാർ ഭയപ്പെട്ടിരുന്നു. ഒരു മനുഷ്യൻ്റെ സഹായവും ജോൺ നോക്സിന് ആവശ്യമില്ലായിരുന്നു. പല പ്രാവശ്യം മേരി രാജ്ഞി അവനോട് തന്നെ വന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ജോൺ നോക്സ് പറഞ്ഞത്, ഞാൻ പ്രസംഗിക്കുന്ന സ്ഥലത്ത് വന്ന് ആവശ്യമെങ്കിൽ എന്നെ കണ്ടുകൊള്ളുക എന്നാണ്. കാരണം അവൻ യഹോവ ഭക്തനായിരുന്നു, വചനം അനുസരിക്കുന്നവനായിരുന്നു. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് കൃത്യമായി അറിവുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സൗജന്യമായി ലഭിച്ചിരുന്ന കൊച്ചു കുരുവിയെപ്പോലും നന്നായി അറിയുന്നവനും അതിനെ പോറ്റുന്നവനും സംരക്ഷിക്കുന്നവനുമാണ് കർത്താവായ യേശു ക്രിസ്തു. അവയ്ക്കൊന്നും വേണ്ടിയല്ല യേശു ക്രൂശിക്കപ്പെട്ടത് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു എത്ര അധികമായി നമ്മെ പോറ്റി പുലർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് നാം നമ്മുടെ ജീവിതകാലത്ത് എപ്പോഴും ഓർക്കണം. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവിൽ മാത്രം നമുക്ക് ആശ്രയം വയ്ക്കാം. അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നമുക്ക് ജ്യോതിഷികളെപ്പോലെ തിളങ്ങാം, നിത്യജീവന് അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം നദി പോലെ ഒഴുക്കി കൊടുക്കുകയാണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ച് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ ഞങ്ങളെ സഹായിക്കുകയാണമേ. സാമ്പത്തികമായി ഞെരുക്കുന്നവർക്ക് സാമ്പത്തിക ക്ലേശം മാറ്റിക്കൊടുക്കുകയാണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുകയാണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.